ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന് ശേഷമാണ് ആദത്തിന്റെ മക്കൾക്ക് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ സാധിച്ചത്. അതാണ് പരിശുദ്ധ കുർബാന. അതായത് ജീവന്റെ വൃക്ഷം ഈശോ മിശിഹായും വൃക്ഷത്തിന്റെ ഫലം പരിശുദ്ധ കുർബാനയുമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51, 54 മുതൽ 56 വരെ വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നാം ഈശോയിലും ഈശോ നമ്മിലും വസിക്കണമെങ്കിൽ നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. യോഗ്യതയോടെ തന്നെ സ്വീകരിക്കുകയും വേണം. ഈശോ മനുഷ്യാവതാരം ചെയ്ത് കുർബാനയാകുവാനും അതുവഴി മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനും അവരെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതിനുമാണ്. ഈശോ കുർബാനയാകുവാനാണ് എല്ലാ പീഠകളും ഏറ്റെടുത്തത്. ഓരോ കുർബാനയിലും ഈശോ നമുക്ക് വേണ്ടി മരണവേദന അനുഭവിച്ചു മരിക്കുന്നതിൻ്റെ തെളിവാണ് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ശാസ്ത്രീയമായ ഫലം വെളിവാക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുർബാനയിൽ ആത്മീയമായും ശാരീരികമായും സന്നിഹിതമാകുമ്പോൾ അശ്രദ്ധയോടെയും പല വിചാരത്തോടെയും മന്ദീഭവിച്ച ഹൃദയത്തോടെയും തീക്ഷ്ണതയില്ലാതെയുമുള്ള നമ്മുടെ ബലിയർപ്പണം ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം.